Good evening. Special edition തുടങ്ങുന്നു. മോഡി തരംഗത്തിൽ ചെറുചലനങ്ങൾ തുടങ്ങി. ബിഹാറിൽ നിതീഷിന്റെ രാജി പുതിയ രാഷ്ട്രീയ നീക്കമോ? പ്രധാന വാർത്തകൾ. ബിഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ രാജിവെച്ചു. തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു. ബിജെപി വിജയത്തിന് കാരണം വർഗീയ ധ്രുവീകരണം. സഖ്യം അവസാനിപ്പിച്ചതിൽ പശ്ചാത്താപമില്ലെന്നും നിതീഷ്. ബിഹാറിൽ മതേതര ശക്തികൾ ഒന്നിച്ചു നിൽക്കണമെന്നും ആർജെഡിയുമായുള്ള ഭിന്നത മറക്കാൻ തയ്യാറാണെന്നും ശരദ് യാദവ്. നിയുക്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഡൽഹിയിൽ വൻ വരവേൽപ്പ്. ഡൽഹി വിമാനത്താവളം മുതൽ അശോക് റോഡ് വരെ മോദിയുടെ റോഡ് ഷോ. ചൊവ്വാഴ്ച മോദിയെ പാർലമെന്ററി പാർട്ടി നേതാവായി തെരഞ്ഞെടുക്കും. തന്റെ ഭരണകാലം നേട്ടങ്ങളുടെ 10 വർഷമെന്ന് മൻമോഹൻ സിംഗ്. രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ കഴിഞ്ഞത് അംഗീകാരമായി കരുതുന്നുവെന്ന് വിടവാങ്ങൽ പ്രസംഗത്തിൽ ഡോക്ടർ സിംഗ്. മൻമോഹൻ സിംഗ് രാജിവെച്ചു. പരനാറി പ്രയോഗത്തിന് യോഗ്യൻ പിണറായി വിജയൻ തന്നെയെന്ന് RSP നേതാവ് VP രാമകൃഷ്ണപിള്ള. ഇടത് മുന്നണിയെ തകർത്തത് പിണറായി എന്നും രാമകൃഷ്ണപിള്ള. ജനങ്ങൾ തിരഞ്ഞെടുത്തെന്ന് കരുതി പരനാറി പരമമാന്യനാകുന്നില്ലെന്ന് പിണറായി വിജയൻ. രാഷ്ട്രീയ ചെറ്റത്തരം കാണിച്ചവരെ ചെറ്റകൾ എന്നേ വിളിക്കാവൂ എന്നും പിണറായി. നിലവാരമില്ലാത്ത ബാറുകൾ തുറക്കരുതെന്ന് നികുതി വകുപ്പ് സെക്രട്ടറിയുടെ റിപ്പോർട്ട്. നിലവാരമില്ലാത്തവ തുറന്ന് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതും പൂട്ടണം. ജില്ലാ കലക്ടറുടെ നേതൃത്വത്തിൽ നിലവാരം പരിശോധിക്കണമെന്നും നിർദ്ദേശം. ബിഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ രാജിവെച്ചു. തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നുവെന്നും ജനവികാരം മാനിക്കുന്നുവെന്നും നിതീഷ് കുമാർ മാധ്യമങ്ങളോട് പറഞ്ഞു. രാജ്യത്ത് ഇതിനു മുൻപ് ഇത്രയും വർഗീയ ധ്രുവീകരണം ഉണ്ടായിട്ടില്ല. ബിജെപിയുമായുള്ള സഖ്യം അവസാനിപ്പിച്ചതിൽ പശ്ചാത്താപമില്ലെന്നും നിതീഷ് പറഞ്ഞു. और जो चुनाव परिणाम आए हैं उसकी जिम्मेवारी मैं लेता हूं, तो इसकी नैतिक जिम्मेवारी लेते हुए हमने मुख्यमंत्री के पद से त्याग पत्र दे दिया है. मंत्रिपरिषद का भी त्याग पत्र आज. ബീഹാറിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ JDUവിനേറ്റ കനത്ത പരാജയമാണ് രാജിവെക്കാൻ കാരണമെന്നാണ് നിതീഷ് വ്യക്തമാക്കിയതെങ്കിലും ചിത്രം അതല്ലെന്നാണ് സൂചനകൾ. സംസ്ഥാന അസംബ്ലിയിൽ പുറമേ നിന്നുള്ള 7 അംഗങ്ങളുടെ പിന്തുണയോടെ ഭരിക്കുന്ന നിതീഷിനെ മറിച്ചിട്ട് ഭരണം പിടിച്ചെടുക്കാൻ BJP ശ്രമം തുടങ്ങിയ സാഹചര്യത്തിലാണ് നിതീഷ് കുമാർ രാജിവെച്ചത്. JDUവിലെ 52 അംഗങ്ങൾ BJPയിലേക്ക് ചേക്കേറാൻ തയ്യാറെടുത്തു നിൽക്കുകയാണെന്നാണ് BJP ബീഹാർ ഘടകം അധ്യക്ഷൻ സുശീൽ കുമാർ മോദി കഴിഞ്ഞ ദിവസം ഒരു ചാനൽ അഭിമുഖത്തിനിടെ വ്യക്തമാക്കിയത്. ബീഹാറിൽ ഇടക്കാല തെരഞ്ഞെടുപ്പ് ഉടൻ ഉണ്ടാകുമെന്ന് ലോക് ജനശക്തി പാർട്ടി നേതാവ് രാംവിലാസ് പാസ്വാനും ചൂണ്ടിക്കാട്ടിയിരുന്നു. ഈ സാഹചര്യത്തിൽ എതിർപ്പാളയത്തിലെ നീക്കം മുൻകൂട്ടി കണ്ട് നിതീഷ് സ്വയം കളമൊഴിഞ്ഞതാണെന്നാണ് കരുതപ്പെടുന്നത്. നരേന്ദ്രമോദി അധികാരത്തിലേറിയാൽ ബീഹാർ ഗവൺമെന്റിനെ പിരിച്ചുവിട്ടേക്കാനും സാധ്യതയുണ്ടായിരുന്നു. താൻ അസംബ്ലി പിരിച്ചുവിടാൻ ശുപാർശ ചെയ്തില്ലെന്നും ആർക്കും മുന്നണിയുണ്ടാക്കി ഗവൺമെന്റിനെ മുന്നോട്ട് കൊണ്ടുപോകാമെന്നും നിതീഷ് തന്നെ വ്യക്തമാക്കിയതോടെ പുതിയ കേന്ദ്ര സർക്കാരിന്റെയും സംസ്ഥാന BJP ഘടകത്തിന്റെയും അടുത്ത നീക്കം എന്താവുമെന്നാണ് ആകാംക്ഷ ഉയരുന്നത്. മീഡിയ 1 ന്യൂഡൽഹി. ബിഹാറിൽ മതേതര ശക്തികൾ ഒന്നിച്ചു നിൽക്കണമെന്ന് JDU നേതാവ് ശരദ് യാദവ് പറഞ്ഞു. ആർജെഡിയുമായുള്ള ഭിന്നത മറക്കാൻ തയ്യാറാണെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. तो शरद जी ये बताइए कि क्या लालू जी से भी सरकार मदद लेंगे? नहीं, सवाल देश का है तो किसी तरह के जो पुराने मतभेद उनका कोई सवाल नहीं. यानी लालू जी और नीतीश जी के मतभेद कल समाप्त वो सब समाप्त होंगे, वहीं से लड़ाई शुरू होगी. बिहार उत्तर भारत की ऐसी जगह है कि जहाँ से सबसे ज़्यादा नया आंदोलन नहीं रहा है और नया रास्ता निकलता है. उसमें सब तरह के सेकुलर लोग हैं, वो सब शरीक होंगे. ബിഹാറിൽ നിതീഷ് കുമാറിന്റെ നീക്കം എന്തിനു വേണ്ടി? ഈ വിഷയം ചർച്ച ചെയ്യുന്ന സ്പെഷ്യൽ എഡിഷൻ ഇന്ന് വിശദമായി. മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ NP ചെക്കുട്ടി എന്നോടൊപ്പം ന്യൂസ് ഫ്ലോറിലുണ്ട്. കോൺഗ്രസിന്റെ PM സുരേഷ് ബാബു ഈ ചർച്ചയിൽ പങ്കെടുക്കും. കോഴിക്കോട്ട് നിന്ന് BJPയുടെ ജോർജ് കുര്യനാണ് ഇന്ന് ഈ വിഷയത്തിൽ സംസാരിക്കാൻ സ്പെഷ്യൽ എഡിഷനിലുള്ളത്. അദ്ദേഹം തിരുവനന്തപുരം സ്റ്റുഡിയോയിൽ നിന്ന് ചർച്ചയിൽ പങ്കുകൊള്ളും. ശ്രീ NP ചെക്കുട്ടി, 15 വർഷം നീണ്ട ലാലു പ്രസാദ് റാബ്രി ദേവി ഭരണത്തിനൊടുവിൽ നിതീഷ് കുമാറിൻ്റെ കയ്യിൽ ബീഹാർ വന്നതിന് ശേഷം അവിടെ വികസനം ഉണ്ടായിട്ടുണ്ട്, നല്ല റോഡുകൾ ഉണ്ടായിട്ടുണ്ട്, നല്ല പള്ളിക്കൂടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പെൺകുട്ടികളെ പള്ളിക്കൂടത്തിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്, ആഭ്യന്തര ഉൽപാദന നിരക്ക് ഗ്രോത്ത് റേറ്റ് കൂട്ടാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ നല്ല പ്രകടനം കാഴ്ചവെച്ചിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ JDU ഒതുങ്ങിപ്പോകാൻ കാരണം ഈ പറഞ്ഞ മോഡി തരംഗം ബീഹാറിൽ ഉള്ളതുകൊണ്ടാണോ അതല്ല BJP മറ്റൊരു വിദഗ്ധമായ മുതലെടുപ്പ് അവിടെ നടത്തിയതുകൊണ്ടാണോ?
ഒന്നാമത്തെ കാര്യം, നിതീഷിന് ശേഷം മാത്രമാണ് ബീഹാറിലെ നേട്ടങ്ങളുണ്ടായത്. ബീഹാറിൻ്റെ രാഷ്ട്രീയവും സാമ്പത്തികമായ മേഖലകളിൽ മുന്നേറ്റം ഉണ്ടായിരുന്നത് ശരിയല്ല. യഥാർത്ഥത്തിൽ ലാലു പ്രസാദിൻ്റെ കാലത്തും വലിയ നേട്ടങ്ങളുണ്ടായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ലാലുവിൻ്റെ കാലത്തുണ്ടായ നേട്ടങ്ങൾ ബീഹാറിൻ്റെ ആദ്യകാല പിന്നോക്കാവസ്ഥയെ ക്രോസ് ചെയ്യാനുള്ള പ്രശ്നങ്ങളായിരുന്നു. ആദ്യമായിട്ട് ബീഹാറിന് ശക്തമായ ഒരു അടിത്തറ ഉണ്ടാക്കുന്ന പണി ചെയ്തിരിക്കുന്നത് ലാലു തന്നെയാണ്. ലാലു അതുകൊണ്ടാണ് ദീർഘകാലം അവിടെ ഭരിച്ചിട്ടുള്ളത്. പക്ഷേ നിർഭാഗ്യവശാൽ ലാലുവിൻ്റെ അവസാന കാലം കറപ്റ്റഡായി. നിതീഷ് വന്നതിന് ശേഷം വലിയൊരു ഗ്രോത്ത് റേറ്റ് ഉണ്ടായിട്ടുണ്ട്. അതിലൊന്നും ഒരു തർക്കമില്ല. പക്ഷേ വസ്തുതാപരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നിതീഷിൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് സത്യസന്ധമായി പറഞ്ഞാൽ ഒരു സെക്യുലർ പൊളിറ്റിക്കൽ പൊസിഷനേ ആയിരുന്നില്ല. BJPയുമായിട്ട് അലയൻസ് ഉണ്ടാക്കിക്കൊണ്ട് നിതീഷ് അവിടെ ഭരിക്കാൻ ശ്രമിച്ചു, ഭരണം നടത്തുകയും ചെയ്തു. പക്ഷേ BJPയെ അദ്ദേഹം ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ തന്നെ മോഡിയോടുള്ള ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാനും ശ്രമിച്ചു. പക്ഷേ മോഡി അൾട്ടിമേറ്റ്ലി BJPയുടെ നേതാവാകും എന്നുള്ള കാര്യത്തിൽ നിന്ന് എല്ലാ കാലത്തും ആളുകൾക്ക് അറിയായിരുന്നു. ഗുജറാത്ത് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഒരു പരീക്ഷണം മാത്രമാണ്. ഗുജറാത്തിൽ മോഡി നടത്തുന്ന പരീക്ഷണം വിജയിക്കുകയാണ്. അത് വിജയിച്ച സമയത്ത് ഓട്ടോമാറ്റിക്കലി അദ്ദേഹം ഇന്ത്യയുടെ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് വന്നു. ആ സമയത്ത് മാത്രം ഞങ്ങൾ എതിരാണെന്ന് പറഞ്ഞാൽ അർത്ഥം ഉണ്ടായിരുന്നില്ല. അപ്പോൾ നിതീഷിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ശ്രമിച്ചത് BJPയെ കൂടെ നിർത്തിക്കൊണ്ട് ബീഹാറിൻ്റെ കാര്യങ്ങൾ നടത്തുകയും ദേശീയ രാഷ്ട്രീയത്തിൽ വരാൻ ശ്രമിക്കുകയായിരുന്നു. ദേശീയ രാഷ്ട്രീയത്തിലേക്കായിരുന്നു നിതീഷിൻ്റെ കണ്ണ്. അതിലുണ്ടായ ഒരു പരാജയം മാത്രമാണ്. അതിനപ്പുറം ഒരു മിസ് കാൽക്കുലേഷൻ അവിടെ സംഭവിച്ചു. പക്ഷേ എനിക്ക് മനസ്സിലാകാത്ത കാര്യം, താങ്കൾ പറഞ്ഞു സെക്യുലറായി നിൽക്കുന്ന നിതീഷ് ഒരിക്കലും BJPയുമായി കൂട്ടുകൂടാൻ പാടില്ലായിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ മൂവ് ആയിരിക്കും. നിതീഷ് ന്യായമായും സംശയിച്ചിരുന്നത് NDA എന്ന സഖ്യം എന്തിനാണോ നിലകൊള്ളുന്നത്, BJP തന്നെ ഉയർത്തിപ്പിടിച്ചിട്ടുള്ള രാഷ്ട്രീയ ആവശ്യങ്ങൾ, രാഷ്ട്രീയ മൂല്യങ്ങൾ, അതുപോലും മോഡി വരുമ്പോൾ ബലി കഴിക്കപ്പെടേണ്ടി വരും എന്നൊരു ആശങ്ക നിതീഷിനുണ്ടായിട്ടുണ്ടാകണം. NDAയുടെ ഭാഗമായി നിൽക്കുമ്പോൾ തന്നെ തീവ്ര ഹിന്ദുത്വ നിലപാടുമായി മുന്നോട്ട് പോകണ്ട എന്ന നിലപാട് നിതീഷിനുണ്ടായിരുന്നു. നമ്മൾ കാണേണ്ടത് ഇന്ത്യയിലെ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഇവരൊക്കെ യഥാർത്ഥത്തിൽ അടിസ്ഥാനപരമായിട്ട് രാമനോഹർ ലോഹിയ സോഷ്യലിസത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യൻ പൊളിറ്റിക്സിൽ വന്ന ആളുകളാണ്. ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലൊന്ന് ഈ തീവ്ര കോൺഗ്രസ് വിരോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ പലപ്പോഴും ഇന്ത്യയിലെ ഹിന്ദു വർഗീയതയുമായിട്ട് കോംപ്രമൈസ് ചെയ്യുക എന്നുള്ള ഒരു സമീപനം ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം, ഏറ്റവും വലിയ ഉദാഹരണം ജോർജ് ഫെർണാണ്ടസ് ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സോഷ്യലിസ്റ്റ് ആയിട്ടുള്ള ജോർജ് ഫെർണാണ്ടസ്, ഏറ്റവും സെക്യുലർ ആയിട്ടുള്ള ജോർജ് ഫെർണാണ്ടസ് NDA സഖ്യത്തിൻ്റെ കൺവീനറായിരുന്നു. സ്വാഭാവികമായിട്ടും NDAയെ BJPയെ ദേശീയ രാഷ്ട്രീയത്തിൽ ഒരു വലിയ റെസ്പെക്റ്റബിലിറ്റി കൊടുത്ത് വളർത്തിക്കൊണ്ടുവന്നതിൻ്റെ ഉത്തരവാദികൾ ഇവരൊക്കെ തന്നെയാണ്. പക്ഷേ അതിൻ്റെ അടിത്തറ BJPയുടെ അടിത്തറ എന്ന് പറയുന്നത് RSS ആണെന്നും RSSൻ്റെ ഐഡിയോളജി എന്ന് പറയുന്നത് ഹിന്ദു റൈറ്റ് വിങ് ഐഡിയോളജിയാണെന്നും അതൊരിക്കൽ പോലും ഇന്ത്യയിലെ സെക്യുലർ മതേതര സമൂഹത്തിന് ഗുണം ചെയ്യില്ല എന്നും മനസ്സിലാക്കേണ്ട ബാധ്യത അവർക്കുണ്ടായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ അതല്ല ഉണ്ടായത്. അതിന് സ്വാഭാവികമായിട്ടൊരു പരിണിതിയാണ്. എന്താണ് RSS, എന്താണ് RSSൻ്റെ ഐഡിയോളജി, എന്തുകൊണ്ട് അവരോടുള്ള ഒരിക്കലും കോംപ്രമൈസ് പാടില്ല എന്ന പൊസിഷൻ അവരുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ അതിൻ്റെ സ്വാഭാവികമായിട്ടുള്ളൊരു പരിണിതിയാണ് ഇന്നിപ്പോൾ നിതീഷിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം രാഷ്ട്രീയമായിട്ട് വലിയ തകർച്ചയിലേക്ക് പോയത്. കാരണം ഞാൻ താങ്കളേക്ക് തീരുക. ശ്രീ ജോർജ് കുര്യൻ, JDUവിൻ്റെ കാലം കഴിഞ്ഞു. ഇനി അങ്ങോട്ട് JDUവിന് ബീഹാറിൽ ഉയർത്തെഴുന്നേൽക്കാൻ കഴിയില്ല. NDA സഖ്യത്തിൽ നിന്ന് വിട്ടുപോയതിൻ്റെ ഫലമാണ് ഇത് എന്ന് BJP കരുതുന്നുണ്ടോ? ആദ്യമായിട്ട് പറയട്ടെ, ലോക്സഭാ ഇലക്ഷൻ കഴിഞ്ഞിരിക്കുന്ന അവസരത്തിൽ രാഷ്ട്രീയ പ്രതിയോഗികളെ ആക്ഷേപിക്കുന്നത് ശരിയല്ല. പക്ഷേ പ്രത്യേകിച്ച് നിതീഷ് കുമാർ മാന്യനായിട്ടുള്ള ഒരു വ്യക്തിയാണ്, വ്യക്തിപരമായിട്ട് വളരെ മാന്യനായിട്ടുള്ള ആളാണ്. ഞങ്ങൾ മനസ്സിലാക്കുന്നത് അഴിമതിയില്ലാത്ത ഒരു നേതാവാണ്. BJPയോടൊപ്പം വളരെയധികം വർഷങ്ങൾ ഉണ്ടായിരുന്ന നേതാവാണ്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നമെന്ന് പറയുന്നത് രാഷ്ട്രീയത്തിൽ മോഹങ്ങൾ, ആ മോഹങ്ങൾ എവിടെ കൊണ്ടുപോയി എത്തിക്കും എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് നിതീഷ് കുമാർ. 1996 നിതീഷ് കുമാർ ഭാരതീയ ജനതാ പാർട്ടിയുമായിട്ട് ചേരുന്നത്. ലാലു പ്രസാദ് യാദവുമായിട്ട് അദ്ദേഹം പിളർന്ന് സമതാ പാർട്ടി ഉണ്ടാക്കി. ബീഹാറിൽ അദ്ദേഹത്തിന് നിലനിൽക്കാനുള്ള സാഹചര്യം ഇല്ലാത്ത അവസരത്തിൽ BJPയുമായിട്ട് ചേരുന്ന അവസരത്തിൽ നിതീഷ് കുമാറിൻ്റെ സമതാ പാർട്ടിക്ക് അന്നുണ്ടായിരുന്നത് 7 സീറ്റാണ് അസംബ്ലിയിൽ, ബീഹാർ അസംബ്ലിയിൽ. ഭാരതീയ ജനതാ പാർട്ടിക്ക് അന്ന് 22 സീറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളുടെ സഖ്യത്തിൻ്റെ നേതാവായിട്ട് നിതീഷ് കുമാറിനെയാണ് BJP അംഗീകരിച്ചത്. അതിന് പ്രധാനപ്പെട്ട കാരണം അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം തന്നെയാണ്. അത് ഇപ്പോഴും ചോദ്യം ചെയ്യപ്പെടാത്തതാണ്. അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വവും ആ നൈർമല്യവും ഒക്കെ തന്നെ. പക്ഷേ 2000
അവിടെ ഇലക്ഷൻ നടന്ന അവസരത്തിൽ ഭാരതീയ ജനതാ പാർട്ടി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് അവതരിപ്പിച്ചത് നിതീഷ് കുമാറിനെയാണ്. നിതീഷ് കുമാറിൻ്റെ പാർട്ടിക്ക് 42 സീറ്റും ഭാരതീയ ജനതാ പാർട്ടിക്ക് 67 സീറ്റും കിട്ടി. അപ്പോഴും ഭാരതീയ ജനതാ പാർട്ടി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഏതാനും ദിവസം അദ്ദേഹത്തിന് ഇരിക്കാൻ പറ്റിയുള്ളൂ. നിതീഷ് കുമാറിനെയാണ്. അതിനുശേഷം 2005 ഇലക്ഷന് പോയി. ആദ്യം പൂർണ്ണ ഭൂരിപക്ഷം കിട്ടിയില്ല, വീണ്ടും പോയി ഭൂരിപക്ഷം കിട്ടി. ആ അവസരത്തിലൊക്കെ തന്നെ ഭാരതീയ ജനതാ പാർട്ടിയും നിതീഷ് കുമാറുമായിട്ട് നല്ല ബന്ധത്തിലായിരുന്നു. അദ്ദേഹം മുഖ്യമന്ത്രിയായതിനു ശേഷം അദ്ദേഹത്തിൻ്റെ മാത്രമായിട്ടുള്ളൊരു നിലനിൽപ്പിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ ജാതി വോട്ടുകൾ തീർച്ചയായിട്ടും ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയൊക്കെയാണ്. അദ്ദേഹത്തിൻ്റെ സ്വന്തം ജാതി വോട്ടുകളും പിന്നെ അദ്ദേഹം കണ്ടെത്താൻ ശ്രമിച്ചത് മറ്റു ചില വോട്ടുകളാണ്. അദ്ദേഹത്തിന് അത് കിട്ടുകയും ചെയ്തു. ഭാരതീയ ജനതാ പാർട്ടിയോടൊപ്പം നിൽക്കുന്ന അവസരത്തിലും കിട്ടി. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അതിനൊരു അടിസ്ഥാനം എന്ന് പറയുന്നത് 2001 അവസാനമാണ് നരേന്ദ്രമോദി ഗുജറാത്തിൽ മുഖ്യമന്ത്രിയാകുന്നത്. 2005 നിതീഷ് കുമാർ മുഖ്യമന്ത്രിയാകുന്നു. വികസനത്തിൻ്റെ കാര്യത്തിൽ ഇവർ രണ്ടുപേരുമായിട്ട് പോസിറ്റീവായിട്ടുള്ള മത്സരമുണ്ടായിരുന്നു. അത് അംഗീകരിക്കുന്നു. വളരെയധികം മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തു. പക്ഷേ അദ്ദേഹം കരുതി എന്തുകൊണ്ട് മോഡിയെ പോലെ തനിക്കും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തിക്കൂടാ എന്നുള്ളൊരു ചിന്തയിൽ നിന്നാണ് ഇതെല്ലാം ആരംഭിക്കുന്നത്. മാത്രമല്ല, വളരെ ദുഃഖത്തോടു കൂടി പറയട്ടെ, കോശി വെള്ളപ്പൊക്കത്തിൻ്റെ കാലഘട്ടത്തിൽ ഗുജറാത്തിൽ നിന്ന് കൊടുത്ത 5 കോടി രൂപ അത് സ്വീകരിക്കില്ല എന്ന് പറഞ്ഞ് തിരിച്ചു കൊടുത്തു. അതായത് അസ്പൃശ്യത, തൊട്ടുകൂടായ്മ രാഷ്ട്രീയത്തിൽ ഒരു വ്യക്തിയെ ഇതിലേറെ ആക്ഷേപിക്കാനുണ്ടോ? ശ്രീ ജോർജ് കുര്യൻ താങ്കളിലേക്ക് തിരിച്ചു. ശ്രീ സുരേഷ് ബാബു, മോഡി വിരോധത്തിൻ്റെ പേരിൽ NDA സഖ്യം വിട്ട് JDU വരുമ്പോൾ നിതീഷ് കുമാറിൻ്റെ മനസ്സിൽ ചില രാഷ്ട്രീയ കണക്കുകൂട്ടലുകൾ ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു സെക്കുലർ ഫേസായി ഉയർന്നു വരാനും വേണ്ടി വന്നാൽ ബീഹാറിലുള്ള 17% വരുന്ന മുസ്ലിം വോട്ടുകൾ തനിക്കൊപ്പം നിർത്താൻ സാധിക്കും എന്ന പ്രതീക്ഷയും നിതീഷ് കുമാറിനുണ്ടായിരുന്നു. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിർഭാഗ്യവശാൽ ഈ 20% വരുന്ന മുസ്ലിം വോട്ടുകൾ കോൺഗ്രസ് RJD സഖ്യത്തിലേക്ക് സ്പ്ലിറ്റ് ചെയ്ത് പോരുകയാണ് ഉണ്ടായത്. JDUവിൻ്റെ രാഷ്ട്രീയ നീക്കങ്ങളെ മനസ്സിലാക്കി മതേതരത്വം എന്ന ഒരു ആശയത്തിന് പിന്നിൽ നിന്നുകൊണ്ട് ഒരുമിച്ച് നീങ്ങാൻ നിങ്ങൾക്ക് സാധിച്ചിരുന്നുവെങ്കിൽ BJPയുടെ ഈ വലിയ മുന്നേറ്റത്തെ ഒരു പരിധിവരെ നിങ്ങൾക്ക് ചെറുത്തു തോൽപ്പിക്കാൻ കഴിയുമായിരുന്നില്ലേ? കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് വന്ന കോൺഗ്രസിൻ്റെ നീക്കങ്ങളിൽ വന്ന പാളിച്ച കൂടിയല്ലേ, അതിൻ്റെ ഫലം കൂടിയല്ലേ ഇപ്പോൾ JDU അനുഭവിക്കുന്നത്? എനിക്കത് വളരെ അതിൻ്റെ ഇന്നർ സീക്രട്സി ഒന്നും പറയാൻ കഴിയില്ല. പക്ഷെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഡൽഹിയിൽ നിന്ന് ഞങ്ങൾക്കൊക്കെ ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ എനിക്ക് പറയാൻ കഴിയും, കോൺഗ്രസ് ആദ്യമായി തന്നെ നിതീഷ് കുമാറുമായിട്ടാണ് കഴിഞ്ഞ ഒരു 6-7 മാസങ്ങളായി ചർച്ചകളൊക്കെ നടത്തി ഐക്യത്തിന് സമരസപ്പെട്ട് നിന്നിരുന്നത്. അന്ന് ലാലു പ്രസാദ് യാദവുമായി കോൺഗ്രസിൻ്റെ സഖ്യം കഴിഞ്ഞ 2009 വിച്ഛേദിക്കപ്പെട്ട സാഹചര്യത്തിൽ അത് പുനർജീവിപ്പിക്കപ്പെട്ടിരുന്നില്ല. പിന്നീട് നടന്ന ഉഭയകക്ഷി ചർച്ചകളിൽ ആ സഖ്യത്തിൻ്റെ പ്രയാണത്തിന് മുന്നോട്ട് പോകാൻ കഴിയാതെ വരികയും നിതീഷ് തനിച്ചെന്നുള്ള ഒരു സമീപനം സ്വീകരിക്കുകയും ചെയ്തതായിട്ടാണ് അറിവ്. കോൺഗ്രസിൻ്റെ ഭാഗത്താണ് അതിനൊരു വീഴ്ചയുണ്ടായതെങ്കിൽ ഞാൻ ആ കുറ്റം ഏറ്റെടുക്കാൻ തയ്യാറാണ്. പക്ഷേ ഞാൻ മനസ്സിലാക്കിയത് മറ്റ് പല സംസ്ഥാനങ്ങളിലേതും പോലെ UPയിലെ മുലയാമും മായാവതിയും തരിച്ചു നിന്നുകൊണ്ട് തൻ്റെ കൂടുതൽ സീറ്റ് നേടാൻ ശ്രമിച്ചതുപോലെ, അതുപോലെ തന്നെ ബംഗാളിൽ മമത ശ്രമിച്ചതുപോലെ, തമിഴ്നാട്ടിൽ ജയലളിത ശ്രമിച്ചതുപോലെ, ഒഡീഷയിൽ ബിജു ജനതാദളിൻ്റെ നവീൻ പട്നായക് ശ്രമിച്ചതുപോലെ അദ്ദേഹവും തൻ്റെതായ ഒരു കോൺസ്റ്റിറ്റ്യുവൻസി ആ സംസ്ഥാനത്തിൽ ഉണ്ടാക്കിയെടുത്ത് പിന്നീട് നെഗോഷിയേറ്റ് ചെയ്യാം എന്നുള്ളൊരു ധാരണയിലേക്ക് നീങ്ങി. അപ്പോഴത്തേക്ക് കോൺഗ്രസ് ലാലു പ്രസാദ് യാദവുമായി സഖ്യമുണ്ടാക്കി മുന്നോട്ട് നീങ്ങുകയായി.